പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമായ ഭാരതത്തിൻ്റെ ശ്ലീഹായും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ഭക്ത്യാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാനും ഈ ദുഃഖാന തിരുനാളിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അറിവോ ഞാൻ തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാരാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്തിയനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുകയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായന 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്കും കൗതുകത്തിനും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ മണ്ണിൽ പുറപ്പെടുവിച്ചു. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈകളായി പിരിഞ്ഞു. ഒന്നാമത്തതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹാവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി.
അവിടുന്ന് അവരോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊരു വിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരി വന്നു നിറഞ്ഞൊതുളുന്നിടുന്നു. രാജാവിൻ തിരുമുന്നിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിത തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20-24 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായി തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസകൾ നേരുകയാണ്.
നമ്മുടെ സഭാപിതാവായ വിശ്വാസത്തിൻ്റെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ഇന്ന് സഭയിൽ ആചരിക്കുന്നു. നമ്മുടെ ഇടവകയിലെ സെൻറ് തോമസിൻ്റെ ഒരു കപ്പേളയുണ്ട്. സെൻറ് തോമസിൻ്റെ കപ്പേളയുടെ തിരുനാളും കൂടിയാണ് ഇന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. നമുക്കൊക്കെ വിശ്വാസം പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ തറവാടികളാണ്. പക്ഷേ എങ്ങനെയാണ് വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളതിൽ വ്യത്യസ്തമായ ജീവിത ശൈലികളാണ് നമുക്കുള്ളത്. പല കാഴ്ചപ്പാടുകളാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളിൽ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള കൈമാറ്റത്തിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു തലമുറയല്ല, 2 or 3 തലമുറയെ നമ്മൾ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രായം ചെല്ലുന്തോറും അതിനനുസരിച്ച് കൊണ്ട് 3 തലമുറ അല്ലെങ്കിൽ 4 തലമുറ 5 തലമുറയൊക്കെ കണ്ട ചില അപ്പാപ്പന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ തലമുറയുടെ കൈമാറ്റത്തിൽ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ മുന്നത്തേതിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതായത് ഈ കഴിഞ്ഞ തലമുറ വളർന്നു വന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടമല്ല ഇന്ന് ഈ ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടം. പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാലഘട്ടമല്ല പിന്നീട്. അപ്പോൾ വിശ്വാസ ജീവിതം ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതത്തിന് മാറ്റങ്ങൾ വന്നാലും വിശ്വാസത്തിന് ഒരിക്കലും ഒരു കോട്ടമോ ഒരു കുറവോ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു കാഴ്ചപ്പാട്, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. അത് ആരെടുക്കും? ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ഓരോ അപ്പനും ഓരോ അമ്മയും എടുക്കേണ്ട തീരുമാനമാണത്. അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മക്കളിലേക്കെത്തും. അപ്പോൾ ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളൊക്കെ ചെറുതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു മിഡിൽ ഏജിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെറുപ്പം, അവരുടെ ഒരു യൂത്ത് കാലഘട്ടം അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലഘട്ടം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നില്ല വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ. എനിക്ക് തോന്നുന്നു ദുഃഖറാനയ്ക്കൊക്കെ അവധി ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഇല്ലേ? ദുഃഖറാനയ്ക്കൊക്കെ അവധി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവധിയില്ല. ദുഃഖറാനയുടെ ദിവസം നമുക്ക് കത്തോലിക്ക സമുദായത്തിന് ഇവിടെ കേരളത്തിൽ അവധി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടദിവസങ്ങളിലാണെങ്കിലും ഞായറാഴ്ചകളിലാണെങ്കിലും കടമുള്ള ദിവസങ്ങളിലാണെങ്കിലും അതുപോലെ വെള്ളിയാഴ്ച ഉപവാസം എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളിലൂടെ മുന്നോട്ട് നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെ കൂട്ടി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അത് വളർത്തുവാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പതിയെ ഇങ്ങനെ വെള്ളം ചേർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വിശ്വാസമുണ്ട്, പക്ഷേ ജീവിക്കുന്നില്ല. നിങ്ങൾക്കറിയോ, പുറം നാടുകളിൽ നമ്മുടെ ഒത്തിരിയേറെ മക്കളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എത്രയോ പള്ളികളാണ് പൂട്ടി കിടക്കുന്നതെന്നറിയാമോ? അവിടെയുള്ള പള്ളികളിൽ വരുന്നവർ ചെറുപ്പക്കാരല്ല, അവിടെ കൂടുതലും പ്രായമായവരാണ്. ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ദേ ആർ കാത്തലിക്, അവരുടെ സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ എന്ന് എഴുതിയിട്ടുണ്ട്. റിലീജിയൻ കാത്തലിക്കാണ്, ക്രിസ്ത്യനാണ്, ഏതെങ്കിലും ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ അത്. പക്ഷേ ദേ ആർ നോട്ട് പ്രാക്ടീസിങ് ദ റിലീജിയൻ, പ്രാക്ടീസിങ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. അവർ ഒരിക്കലും വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നില്ല, അവർക്ക് താല്പര്യമില്ല. അവർ ക്രിസ്ത്യാനിറ്റി എന്താണെന്നോ ക്രിസ്തു എന്താണെന്നോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്താണെന്നോ അവർക്ക് പലർക്കും അറിയില്ല. പക്ഷേ നോക്കുമ്പോൾ, സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അവർ ക്രിസ്ത്യനാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്.
പതിയെ പതിയെ നമ്മളിലേക്കും അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കേ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുള്ളത്. നമ്മുടെ സമുദായത്തിൽ നമുക്ക് പല പള്ളികളിലും പല അച്ഛന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. നമ്മളിലും ഒരുപാട് പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എബവ് ഒരു 40 അല്ലെങ്കിൽ എബവ് 50 അവർ കൂടുതലാണ്. നമ്മുടെ മക്കളുകളൊന്നും ഇവിടെ ഇല്ല, വേറെ നിവൃത്തിയില്ല. കാരണം ഇവിടെ നിന്നിട്ടൊരു ജോലി കിട്ടാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? തന്നെ നോക്കൂ, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ എത്രയേറെ പേരുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ പിള്ളേരുകളൊക്കെ ഇനി അടുത്ത തലമുറ എവിടെയാണ് വളരുന്നത്? പുറം രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ട് ഒരുത്തൻ, അവൻ പുറത്താണ്. കഴിഞ്ഞ ദിവസം അവൻ കുറച്ച് ഫോട്ടോസൊക്കെ അവൻ അയച്ചേക്കാം. ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുട്ട സംഭവം എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അച്ഛനെ പോലെ തോന്നിക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. പിന്നെ അവൻ ഇതയച്ചു, നരേഷൻ അയച്ചു എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള കാറ്റഗിസം മലയാളി കുട്ടികളും കൂടി ഒരുമിച്ച് ആ മലയാളി വൈദികൻ്റെ ഒപ്പം ഒരു ഡിന്നർ ഔട്ട്, പുറത്ത് പോയി ഒരു ഭക്ഷണം, ഒരു എൻജോയ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ്റെ അവിടെ ഈ ലാറ്റിൻ പള്ളിയാണെങ്കിൽ പോലും അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു കുർബാനയുണ്ട് എല്ലാ കടമുള്ള ദിവസങ്ങളും, ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച്. പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് കാറ്റഗിസം ഉണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. അപ്പോൾ അനിയൻ്റെ പിള്ളേരാണ്. അപ്പോൾ അവരുടെ പിള്ളേരുടെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാറ്റഗിസൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അവിടുത്തെ ലാറ്റിൻ രീതിയിലുള്ള കാറ്റഗിസൊക്കെ അച്ഛൻ അറിയാം, അത് ഇത്രയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അപ്പോൾ പറഞ്ഞാൽ ചേട്ടാ കുഴപ്പമില്ല, അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാറ്റഗിസം പഠിച്ചു പോയ ചേട്ടന്മാർ ചേച്ചിമാരാണ് അവരെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഈ പ്രായത്തിലുള്ള ഈ ജോലിക്ക് പോയ അവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് എന്ന് പറഞ്ഞ യങ് കപ്പിൾസ്, അവരാണ് ഈ കുഞ്ഞുങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിയാണ്. അപ്പോൾ അവരൊരു കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തിൽ ഇനി വരുന്ന തലമുറ, അടുത്ത ഒരു സെക്ഷൻ ജീവിക്കുന്നത് ഇവിടെയല്ല, അവരുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയല്ല, അവർ പുറത്താണ്. ഇവിടെയും ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തന്നെയാണ് ഇന്നും നിങ്ങളോട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എവിടെയാണെങ്കിലും വീട്ടിൽ മലയാളം പറയണം. കാരണം അവരവിടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. അവർ ഇംഗ്ലീഷ് പറഞ്ഞാലും നിങ്ങൾ മലയാളമേ പറയാവൂ. പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥന ചൊല്ലണം. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ ഹിസ്റ്ററി, നിങ്ങൾ വളർന്നു വന്ന കാലഘട്ടം, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ ഈ തലമുറയിൽ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഈ വിടിയിരിക്കുന്ന കുട്ടികൾ എത്ര പേര് ഇവിടെ നാട്ടിലുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദുഃഖാന തിരുനാൾ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, എന്ത് ട്രാൻസിഷൻ, എന്ത് കാലഘട്ടത്തിൻ്റെ മാറ്റം സംഭവിച്ചാലും ഓർക്കണം, വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും കോട്ടം തട്ടാൻ പാടില്ല. വിശ്വാസത്തിന് അതൊരിക്കലും കോട്ടം തട്ടാൻ പാടില്ല. അത് നമുക്ക് കിട്ടിയതുപോലെ നമ്മുടെ മക്കളെയും അത് പരിശീലിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ പുറം നാടുകളിലെ പോലെ ഇവിടെ കുറച്ച് പ്രായമായിട്ടുള്ളവർ മാത്രം സീറോ മലബാർ സഭയിൽ ഉണ്ടാകുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നല്ലൊരു നാളേക്ക് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആയിരിക്കുന്ന ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കടക്കുമ്പോൾ ഒരിക്കലും ഒരു കോട്ടം വരാതെ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും അവിടെ വിശ്വാസത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി അനുഭവിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖാന തിരുനാളിൽ വിശ്വാസത്തിൻ്റെ പിതാവിനെ നമ്മൾ ഓർക്കുമ്പോൾ വിശ്വാസ ജീവിതത്തെ ഓർക്കാതിരിക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പങ്കുവെച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ ബലിവേദിയിൽ സമർപ്പിക്കാം. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, നമ്മുടേതായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത്. കൂടുതൽ പൂർവാധികം ശക്തിയോടെ, പൂർവാധികം സ്നേഹത്തോടെ, ആഴത്തോടു കൂടി വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യം ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉത്ബോധിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമസ് ലീഹായെ പോലെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമസ് ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭാരതത്തിൻ്റെ സ്ലീഹായും ഞങ്ങളുടെ പിതാവുമായ മാർ തോമസ് സ്ലീഹായോട് കൂടി നീതിമാന്മാരെയും ഉയർപ്പിക്കുമ്പോൾ ഞങ്ങളെയും അതിലുയർപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായി, നിന്നിൽ ദൃഢമായി വിശ്വസിച്ച മാർത്തോമായി ഞങ്ങൾക്ക് സ്ലീഹായും പിതാവുമായി നൽകിയ നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ, അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസ് പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ.
നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവനും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി കിടക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായാലും ശരീരത്തിലെ ഏർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രാഗിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധരേറ്റാൽ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെയും.
പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മീനുമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്തുതികൾ പാടി ഒന്നു ചേർന്നുഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം അണിചേർന്നൊന്നാം ഓശാന പാടി സ്തുതിക്കാം. ഉയരും സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നുഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം ഓശാന പാടി സ്തുതിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു:
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപുലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപുലിതാക്കും മാർ പോളി മിത്രാനും പുരോഹിതന്മാർ ശംശാനമർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്നു ഈ ദൈവജനത്തിലും രോഗികളായ ആശുപത്രികളും വീടുകളും കഴിയുന്നവർക്കും മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉദവിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ആവശ്യമായി തിരുശുദ്ധത്തിൽ സുഗതഭരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷ
മകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ റഷ്യൻ്റെ അമൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ക്ഷണത്തോടെ അപരാധം നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളോടും മെരിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തു നിന്ന് നരാത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശോധനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഓർമ്മനും ആത്മകരക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളകരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ ഇഷ്ടപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകും. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സകലത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാളിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. അവർണ്യമായ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഞങ്ങളുടെ പ്രതീക്ഷയായ വിശിഹായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിച്ച് നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിന് അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സുവിശേഷത്തിൻ സന്ദേശം ഭാരതനാടിനു നൽകിടാം. മാർത്തോമായേ സകലേശൻ കരുണാപൂർവമയച്ചൊല്ലു. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലേവരുമണി ചേരാ. സുവിശേഷം കതിർ ചൂടട്ടെ, സഭയിൽ സ്നേഹം വളരട്ടെ. വത്സലതാതൻ മാർത്തോമാ മാതൃക നിങ്ങൾ കേകട്ടെ. പ്രേക്ഷിതരായി ജീവിക്കാം, ജീവിത സാക്ഷ്യം നൽകിടാം. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി അറിയിക്കുവാൻ ഞങ്ങളുടെ മൂല്യവും അറിഞ്ഞുകൂടാ.